നമ്മള് കറൻസി പെയറിലാണെങ്കിൽ നമ്മളൊരു നിശ്ചിത പോയിന്റിൽ നിന്ന് വാങ്ങിച്ച് നമ്മളൊരു പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പൊതുവെ യൂസ് ചെയ്യുന്നത്. അടുത്ത ആള് പറയും, 5 പേരെങ്കിലും പറയണത് ട്രേഡിംഗ് എന്താണ്? സർഫാസ് എന്താണ് ട്രേഡിംഗ്? ഒരു സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. പോയി അത് അപ്പത്തിനും പോയിട്ട് ഗൂഗിൾ ചെയ്തു അല്ലേ? ഇല്ല, ഞാൻ ഗൂഗിളും ചെയ്യില്ല. ഗൂഗിൾ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് അറിയണ്ടേ. അടുത്ത ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കച്ചവടം അല്ലേ? നിങ്ങൾ പറഞ്ഞതിലെല്ലാം പറഞ്ഞാല് നമ്മൾ ക്ലാസ്സിലേക്ക് ജമ്പ് ചെയ്യാണ്. ഇനി ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ എല്ലാം കറക്റ്റാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് വ്യാപാരം, ബിസിനസ്, അതുപോലെ തന്നെ കൈമാറ്റങ്ങൾ, ഇതിനൊക്കെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണ സഹിതം നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉദാഹരണ സഹിതം തുടങ്ങാം. നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതേ ഉദാഹരണം ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഫെസ്റ്റിവൽ സീസൺ, ഓണമുണ്ട്, വിഷു ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, റംസാൻ ഉണ്ട്, അതുപോലെ പെരുന്നാളുകളെല്ലാം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 ഫെസ്റ്റിവൽ സീസണാണ് ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ്, എന്തൊക്കെ ന്യൂ ഇയർ ഒക്കെ കേട്ടോ. ഞാനൊരു ഓപ്പൺ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു ചന്തയിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഉദാഹരണത്തിന് ഞാനൊരു ഫാർമറാണ്. ഫാർമറാവുന്ന സമയത്ത് ഞാൻ ഒരു ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? അതിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് വാഴയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്തിൽ മാത്രം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയധികം പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ, അപ്പുറത്ത് ആളുകൾക്ക് എന്ത് വേണം? ഈ പറഞ്ഞ വാഴക്കൊല വേണം. അതിന് സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വില 50 രൂപയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ 100 രൂപയ്ക്ക് 125 രൂപയ്ക്കൊക്കെ ഒരു കിലോന് കിട്ടും. അപ്പോൾ ഫാർമേഴ്സ് എന്ത് ചെയ്യും? ഫാർമേഴ്സ് പ്രൊഡക്ഷൻ കൂട്ടും. ഓൾറെഡി ഡിമാൻഡ് ഉള്ളതാണ്. നോട്ട് ചെയ്യുക, ഡിമാൻഡ് ഉള്ള സമയത്ത് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കൂട്ടും. എന്ന് വെച്ചാൽ ഞാനൊരു സെല്ലറാണ് അല്ലെ? ഫാർമർ എന്ന രീതിക്കാകുമ്പോൾ ഞാനൊരു സെല്ലറാണ്. എനിക്ക് ഡയറക്റ്റ് സെല് ചെയ്യാൻ പറ്റുമോ? ഞാൻ 1 ലക്ഷം വാഴക്കൊല അല്ലെങ്കിൽ 25,000 വാഴക്കൊല ഞാൻ എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ വാഴക്കൊല എനിക്ക് ഡയറക്റ്റ് സെല് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ഓപ്പൺ മാർക്കറ്റിനെ സമീപിക്കും. ഓപ്പൺ മാർക്കറ്റിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിൽ ഇവിടെയുള്ള കച്ചവടക്കാരൻ ആരാണ്? ബ്രോക്കറാണ്. അവിടെയും ഒരു കടക്കാരനെ സമീപിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വില പറഞ്ഞ് നമ്മൾ അവർക്ക് കൊടുക്കും. ആണല്ലോ, വില പറഞ്ഞ് കൊടുക്കും. നമ്മുടെ സെല്ലിംഗ് എന്ത് കഴിഞ്ഞു? നമ്മൾ സെല്ലിംഗ് സൈഡ് കഴിഞ്ഞു. വില പറഞ്ഞ് അവർ കൊടുക്കും. അവരെന്ത് ചെയ്യും? അവരുടെ ഒരു കമ്മീഷൻ അതിൽ കണ്ടു കഴിഞ്ഞ് അവരത് വാങ്ങിച്ചു വയ്ക്കും. ഇനി വാങ്ങിക്കാൻ വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ വാഴക്കൃഷി ഇല്ലാത്ത അല്ലെങ്കിൽ വാഴക്കൊല വേണ്ട ആളുകൾ, വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് അവരെന്ത് ചെയ്യും? അത് കൂട്ടി വിൽക്കും. വാങ്ങിക്കാൻ വരുന്ന ആളെന്ത് ചെയ്യും? അത് വാങ്ങിക്കുകയും ചെയ്യും. ഒരു സെല്ലിംഗ് പ്രോസസ് അവിടെ കഴിഞ്ഞു. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അവിടെ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആരൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഫാമർ ഉണ്ടാവും, അതിലേക്ക് ഇടനിലക്കാരൻ കാണും, ഏജൻസി കാണും, മാർക്കറ്റ് ഉണ്ടാവും, അതിനൊരു മാർക്കറ്റ് ഉണ്ടാവും. ആ മാർക്കറ്റില് കൺസ്യൂമേഴ്സ് ഉണ്ടാവും, കൺസ്യൂമർ വരും, ഇടയ്ക്ക് കുറെ ആൾക്കാരുണ്ടാവും, അതായത് ഹോൾസെയിൽ സ്റ്റോക്കിസ്റ്റ് അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. ഓക്കെ, പ്യൂർ ആയിട്ടുള്ളൊരു ഓപ്പൺ മാർക്കറ്റിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പാണ് പറഞ്ഞത്. ഇത് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാണ്? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കൊലയെ ഞാൻ മാറ്റുകയാണ്. എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഗോൾഡിലാണല്ലോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഗോൾഡ് ഉണ്ട്, ഏകദേശം ഒരു 100 ക്വാണ്ടിറ്റി ഗോൾഡ് ഉണ്ട്. ആ ഗോൾഡിനെ ഞാൻ സെല് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആരായി? സെല്ലറായി. അതല്ലേ, ഞാൻ സെല്ലറായി. ഞാൻ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു? ഞാൻ ഗോൾഡ് സെല് ചെയ്യാൻ പോവാണ്. ഞാൻ സെല്ലറായി. ഞാൻ സെല്ല് ചെയ്യണമെങ്കിൽ ആദ്യം ആർക്കാണ് അത് പോവുക? ബ്രോക്കറിനായി. ആ ബ്രോക്കറാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കച്ചവടക്കാരൻ. ആ ബ്രോക്കർ ഇപ്പോൾ മാർക്കറ്റിലുള്ള നമ്മളിപ്പോൾ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ 2 കച്ചവടക്കാരനല്ലേ കൊടുക്കുള്ളൂ, നമ്മൾ എല്ലാവർക്കും നിരത്തി കൊടുക്കുമോ? ഇല്ല. ആ ബ്രോക്കർ മാർക്കറ്റിലുള്ള നിലവിലുള്ള മാർക്കറ്റിലെ ഒരു 100 കച്ചവടക്കാരിൽ നിന്ന് 1-2 ആളായിരിക്കും നമ്മൾ കൊടുക്കുന്ന കച്ചവടക്കാരൻ, അല്ലേ? നമ്മൾ വിൽക്കുന്ന കച്ചവടക്കാരൻ 1-2 ആളുകൾക്കായിരിക്കും. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എത്രയും വലിയ ഓപ്പൺ മാർക്കറ്റിലെ 2 ബ്രോക്കേഴ്സ്, 1-2 ബ്രോക്കേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദെയർ കണ്ടീഷൻ. പിന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം
വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? മാർക്കറ്റിൽ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? അല്ലേ? നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ചന്തയിൽ പോയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? വാങ്ങിച്ചിട്ടുണ്ടാവില്ല എന്തായാലും. കച്ചവടക്കാരെന്ത് ചെയ്യും? കച്ചവടക്കാരൻ നമുക്ക് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഐറ്റത്തിന് ഒരു വിലയിട്ട് നമുക്ക് തരും. ആ വിലയ്ക്കായിരിക്കുമോ മറ്റൊരാൾക്ക് കച്ചവടക്കാരൻ കൊടുക്കുന്നത്? ആയിരിക്കുമോ? അല്ല, ഒരിക്കലുമല്ല. ആ ഒരു കമ്മീഷൻ എടുത്തിട്ട് ആളെന്ത് ചെയ്യും, വേറെ പുറത്തുനിന്ന് വരുന്ന ആൾ, ഐ മീൻ അത് വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്ന എന്താണ്, വേറൊരു വിലക്കായിരിക്കും. എന്തായാലും കുറച്ച് കൊടുക്കുമോ കച്ചവടക്കാരൻ? ഇല്ല. കോട്ടെ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 101 രൂപയ്ക്ക് കൊടുക്കുമോ? ഇല്ല. ഇല്ലേ? അവന് അവൻ്റെതായ ഒരു കമ്മീഷൻ അവിടെ ഫിക്സ് ചെയ്യും, ഇല്ലേ? അവൻ്റെതായ ഒരു കമ്മീഷൻ അവിടെ ഫിക്സ് ചെയ്യും. ഓക്കെ. രണ്ടാമത് വാങ്ങാൻ വരുന്ന ആളെന്താണ്? വാങ്ങാൻ വരുന്ന ആൾക്ക് അതൊരു ഡിമാൻഡ് ഉണ്ട്, ഐ മീൻ ആൾക്കത് വേണം. അപ്പൊ ആളെന്ത് ചെയ്യും? മാക്സിമം ആളെന്ത് ചെയ്യും, ആ പൈസക്ക് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ബാർഗെയിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഒരു ഫെസ്റ്റിവൽ സീസണിലാണെങ്കിൽ ബാർഗെയിനിങ് നടക്കുന്നു തോന്നുന്നുണ്ടോ? ഫെസ്റ്റിവൽ സീസണിൽ കച്ചവടക്കാരൻ പറയുന്ന വില മിക്കവാറും നടക്കില്ല. ഈ നേരത്തെ പറയുന്ന പോലെ 99% എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മിക്കവാറും അവിടെ എന്താണ്, ബാർഗെയിൻ നടക്കില്ല. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയുണ്ട്? സെല്ലറായി, ബ്രോക്കറായി, ബയ്യറായി, 3 ആളുകളായില്ലേ? 3 ആളുകൾ ആയല്ലോ, ആയില്ലേ? നാലാമതൊരാളും കൂടി ഉണ്ട്. ആരാണ് നാലാമതുണ്ടായിരുന്നത്? ഈ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സ്. ബ്രോക്കർ എന്ന് പറയുന്നത് യൂണിവേഴ്സ്, ഐ മീൻ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പല ബ്രോക്കേഴ്സ് ഉണ്ട്. അതിൽ ഒരു ബ്രോക്കറെയാണ് നമ്മൾ 1-2 ബ്രോക്കറായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാ ബ്രോക്കറേയും പോയിട്ട് സാധാരണ ആരും ചെയ്യാറില്ല. അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമാണ് എന്ത്? ചന്ത, അല്ലെ? വിപണി, മാർക്കറ്റ്, അല്ലെ? ഒരു മാർക്കറ്റിൽ ഒരാൾക്ക് കട ഇടണമെങ്കിൽ എന്താണ്, അവിടെ കുറച്ച് കണ്ടീഷൻസ് ഇല്ലേ? ഒരു ബ്രോക്കർ അവിടെ ഒരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്ത്? ആ വിപണിയുടെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. അതിന് വാടക കൊടുക്കണം, അതിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കുറച്ച് കണ്ടീഷൻസ് എന്തായാലും ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒരു ബിസിനസ് നടത്തിയ ആൾക്കാർക്ക് എന്തായാലും അറിയാം അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻ പാലിക്കുന്ന ആളാണ് ബ്രോക്കർ. ആണല്ലോ? ട്രേഡിങ്ങിന്റെ ഏറ്റവും സിമ്പിളായ ഒരു വശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, സെൽ ടു ബൈ, അല്ലെ? സെൽ ടു ബൈ എന്ന് പറഞ്ഞൊരു വശം മനസ്സിലായിട്ടുണ്ട്. ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങൾ ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലായി. ഇതിൽ നമ്മൾ തന്നെയാണ് സെല്ലറും ബയ്യറും. എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എന്റെ ഓപ്പോസിറ്റ് ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഒരാൾ എന്തായിട്ടുണ്ടാവും, ബൈ ആയിട്ടിരിക്കുന്നത്. ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. ഈ കൈമാറ്റം നടത്താനിരിക്കുന്ന ബ്രോക്കറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ബ്രോക്കർ. എന്നിൽ നിന്ന് 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം മറ്റൊരാളിലേക്ക് 20 രൂപയ്ക്ക് കൂട്ടി വാങ്ങിക്കുന്നതിന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് എന്ത്? 10ൽ നിന്ന് 20ലേക്ക് കയറുന്ന ഗ്യാപ്പാണ് എന്ത്? കമ്മീഷൻ അഥവാ സ്പ്രെഡ്. മനസ്സിലായോ? ലിജി മനസ്സിലായോ? സ്പ്രെഡ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ആദ്യം എന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. സ്പ്രെഡ്. എന്നിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ചു, മറ്റൊരാൾക്ക് കൊടുക്കുന്നത് 110 രൂപ എന്ന് വെച്ചാൽ ബ്രോക്കറുടെ കമ്മീഷനാണ് സ്പ്രെഡ്. മനസ്സിലായോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്പ്രെഡിന്റെ എടുക്കുന്ന സമയത്ത് ഞാനത് ഇതായിട്ട് കണക്ട് ചെയ്ത് പറയാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അതാണ് സ്പ്രെഡ് ആൻഡ് കമ്മീഷൻ. വാങ്ങിച്ചു, ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു വശം നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്ത വശത്തിനെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബൈയുടെ ഒരു വശം, സെൽ ടു ബൈ നമ്മൾ ഒരു വശം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വശമാണ് എന്താണ്? ഞാൻ ബയ്യറാണ്, വേറെ ആളാണ് സെല്ലർ. നേരത്തെ ഞാൻ സെല്ലറായിരുന്നു, വേറെ ആള് ബയ്യറായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിക്കുന്നത് എപ്പോഴായിരിക്കും? ഞാനൊരു ബയ്യറാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിക്കുന്നത് എപ്പോഴായിരിക്കും? മാർക്കറ്റിൽ വില കുറച്ച് കിട്ടുന്ന സമയത്തായിരിക്കും ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും, അല്ലെ? വില കുറച്ച് കിട്ടണമെങ്കിൽ മാർക്കറ്റിലെ ബേസിക് എക്കണോമിക്സിന്റെ ഒരു തത്വമുണ്ട്. ഇവിടെ എക്കണോമിക്സ് കേൾക്കാത്ത ആരെങ്കിലും ആരും ഉണ്ടാവില്ല. പഠിച്ച ആളുകൾ എനിക്കറിയില്ല എത്രത്തോളം. ബേസിക് എക്കണോമിക്സിന്റെ ഒരു പ്രിൻസിപ്പിളാണ് എന്താണ്? ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കുറയുമ്പോൾ, എന്തെങ്കിലും സാധനത്തിന് വില കുറയുന്നതിന് പ്രധാന കാരണം പ്രൊഡക്ഷൻ കൂട്ടുകയാണ്. എന്ന് വെച്ചാൽ സപ്ലൈ കൂടുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്, ചെറിയൊരു മാറ്റമുള്ളൂ. വാഴക്കൊലകൾ ഞാൻ എന്ത് ചെയ്തു? വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. പറഞ്ഞ രീതിയിൽ വാഴക്കൊലകളൊക്കെ എൻ്റെ ഒരു 75% വിറ്റുപോയി. 100 രൂപയ്ക്ക് വിറ്റുപോയി. ഞാൻ ഹാപ്പിയായി. വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം 100 രൂപയ്ക്ക് വിറ്റുപോയ എൻ്റെ വാഴക്കൊല ഒറ്റയടിക്ക് എന്തായി? 50 രൂപയ്ക്ക് കുറഞ്ഞു. ഇല്ലേ? സംഭവിച്ചിട്ടുണ്ടാവല്ലോ. നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവല്ലോ അത്. അല്ലെങ്കിൽ ഓണത്തിന് പിറ്റേ ദിവസം പച്ചക്കറിക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ആഴ്ച, കാരണം ചിലപ്പോൾ ഒരു ഭൂമി ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ പിറ്റേ ആഴ്ചക്ക് എന്തായി? വീണ്ടും വില പഴയ പടിയിലേക്ക് തന്നെ താഴ്ത്തി കുറഞ്ഞു. അപ്പൊ അവിടെ ആരെ ആക്റ്റീവ് ആവും? ബയ്യേഴ്സ് ആക്റ്റീവ് ആവും. ബയ്യർ അതിന്റെ ബയ്യർ സൈഡ് ആക്റ്റീവ് ആവും. അപ്പൊ നമ്മളൊരു അഡീഷണൽ ആയിട്ടൊരു വേർഡും കൂടി ഇവിടെ പഠിച്ചു. എന്താണ്? സപ്ലൈ ആണ് സംഭവിക്കുക. പ്രൊഡക്ഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ
കൂടുതൽ വിൽക്കാനുണ്ടാവുന്ന ഏരിയയിൽ സപ്ലൈ സംഭവിക്കും. അപ്പോൾ ആ ഒരു വിലയ്ക്ക് വാങ്ങിക്കാൻ ആളുകൾ കൂടുതലെത്തും. പ്രീവിയസ് വിലയിനേക്കാളും കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളുകൾ കൂടുതലെത്തും. ബേസിക് തത്വമാണ്, എക്കണോമിക്സിന്റെ ബേസിക് തത്വമാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്ര തന്നെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ക്ലാസ്സിന് മുന്നേ? ആർക്കും അറിയില്ലേ? എനിക്കറിയായിരുന്നു. ആ, ഒരാൾ പറഞ്ഞു അറിയായിരുന്നു സാറ്. അറിയായിരുന്നു. ലിജിൻ അറിയായിരുന്നു. ശരത്ത് എന്ത് പറയുന്നു? സപ്ലൈ, അതായത് നമ്മള് ഒരു ഫിസിക്കൽ ട്രേഡ് ആണെന്ന് പറഞ്ഞാലും ഡിജിറ്റൽ ട്രേഡ് ആണെന്ന് പറഞ്ഞാലും ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് നമുക്കറിയാമല്ലോ. അതായത് സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയും. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് നമുക്കറിയാലോ ട്രേഡിങ്ങിന്റെ അറിയാം അല്ലെ? എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടോ? എക്കണോമിക്സ് പഠിച്ചിട്ടില്ല, നമ്മള് ജോലി ചെയ്ത് പഠിച്ചു. ഓക്കെ, ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ ഡിജിറ്റൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ആണെങ്കിലും ഫിസിക്കൽ ട്രേഡിംഗ് ആണെങ്കിലും എല്ലായിടത്തും നടക്കുന്ന പ്രൊസീജിയർ എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ ട്രേഡിംഗ് എന്നതിന്റെ പ്യുവർ ഡെഫിനിഷൻ ആണ് നിങ്ങൾക്ക് തന്നത്. അതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോ നോട്ട് ചെയ്ത് തരാം. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. ബൈ സെല്ല് പഠിച്ചു നമ്മൾ ഇല്ലേ? ബൈ സെല്ല് പഠിച്ചു. എന്ത് പഠിച്ചു? നെക്സ്റ്റ് എന്ത് പഠിച്ചു? ഡിമാൻഡ്, സപ്ലൈ നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. ഇതിനുള്ള മീഡിയം ഏതൊക്കെ നമ്മൾ പഠിച്ചു? മാർക്കറ്റ് പഠിച്ചു, ബ്രോക്കർ പഠിച്ചു. അതെ, യെസ്, അതും കൂടി പറയാം. ട്രെൻഡ് പഠിച്ചു. എന്തായിരുന്നു ആ ട്രെൻഡ്? ആർക്കെങ്കിലും മനസ്സിലായി എന്തായിരുന്നു ആ ട്രെൻഡ് എന്നുള്ളത്? എന്തായിരുന്നു ആ ട്രെൻഡ്? ഡിമാൻഡ് ട്രെൻഡ് അല്ലെങ്കിൽ സപ്ലൈ ട്രെൻഡ്. കൂടുതൽ ഈ ഒരു ആക്ടിവിറ്റിയിലാണ് നമ്മളിവിടെ ഈ ഒരു ആക്ടിവിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻവോൾവ് ആകുന്നത്. ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, ഡിമാൻഡ്, സപ്ലൈ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്താണ് ട്രെൻഡ് എന്ന് കണ്ടുപിടിക്കുന്നു, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഏതാണ് മൂവ് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എന്തുണ്ട്? ബ്രോക്കർ. സിമ്പിൾ അല്ലേ ഇപ്പൊ ട്രേഡിങ്? വെരി സിമ്പിൾ. ഡിമാൻഡ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം അല്ലെ? സപ്ലൈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. ട്രെൻഡ്, ഇത് രണ്ടും എന്താന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. മാർക്കറ്റ് കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് ട്രെൻഡ് ഉപയോഗിക്കുന്നത്. ആണോ? ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇനി ട്രേഡിങ്ങിൽ നഷ്ടം എന്താണ്, ലാഭം എന്താണെന്നുള്ളതെല്ലാം ഉണ്ട്. അതെന്ത് ചെയ്യാനാണ്? അടുത്ത ക്ലാസ്സിലോട്ട് വെക്കാം.